ഇങ്ങനെ കെമിക്കൽ ട്രീറ്റ് ചെയ്ത മുടി എങ്ങനെ പഴയ മുടി ആക്കാം എന്ന് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോ. ചേച്ചി എനിക്ക് ഭയങ്കര ഇതാണ്, സൂയിസൈഡിന്റെ വക്കിൽ നിൽക്കുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നായിരുന്നു. ഉടനെ അത് റിവീൽ ചെയ്യുന്നതായിരിക്കും. വളരെ ഹാപ്പി. കുറേ പേര് കമന്റ് ഒക്കെ ഇട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ തടി കൂടിയവരടുത്തായാലും മെലിഞ്ഞിരിക്കുന്നവരടുത്തായാലും നമ്മൾ പെട്ടെന്ന് പോയിട്ട് അയ്യോ തടിച്ചല്ലോ, അയ്യോ മെലിഞ്ഞല്ലോ അങ്ങനെ പറയുമ്പോൾ അവർക്കതൊരു ഡിസ്കംഫർട്ട് ആയിരിക്കും. ഞാൻ എലുമ്പായിരുന്നതിന് ബോഡി ഷേമിങ് കേട്ട ഒരാളാണ്. ഈ കൊച്ചെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഈ കൊച്ചെന്താ അസ്ഥികൂടാണ്, വീട്ടിൽ ഒന്നും തിന്നാൻ കൊടുക്കത്തില്ല, ഇങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടത്. പക്ഷെ ഇപ്പം ഞാൻ കേൾക്കുന്നതെന്ന് വെച്ചാൽ ഈ കൊച്ചെന്തോ തടിച്ചു പിരിവിരിക്കുന്നത്. യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെ കുറച്ചും കൂടി നമ്മുടെ ഫാമിലി പോലെ സബ്സ്ക്രൈബേഴ്സാണ്. കാരണം കുറച്ചും കൂടെ പോസിറ്റിവിറ്റി ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പഴയ മുടിയിലോട്ട് തിരിച്ചു വരാൻ പിന്നെ കുറച്ച് പാടായിരിക്കും. അപ്പം അതെല്ലാവരും മൈൻഡിൽ വെച്ചിട്ട് വേണം. ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം മെയിനായിട്ട് ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഗായ്സ്, ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്തേക്കുവാണ്. മൊത്തത്തിൽ ഞാൻ നൂഡിൽസ് മുടിയായിരുന്നു. എൻ്റെ വീഡിയോ ആദ്യമേ കാണുന്നവർക്ക് അറിയാം, ഫുള്ള് നൂഡിൽസ് മുടിയായിരുന്നു. പിന്നെ ഞാൻ അത് കൊണ്ടുപോയി ബോട്ടോക്സ്. എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മുടി പഴയ പോലെ ആവുമെന്നാണ്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി മാറത്തില്ല. നമ്മുടെ മുടി മൊത്തത്തിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റി ഇനി നമ്മൾ സ്ട്രെയിറ്റ് മുടി ആയിരിക്കും എന്നെനിക്ക് മനസ്സിലായി. ബോട്ടോക്സ് ചെയ്തിട്ട് അറൗണ്ട് ഒരു 9-10 മാസമായി. ഇത്ര മാസം കഴിയുമ്പോൾ അത് വീണ്ടും നമ്മൾ ചെയ്യണം, ആ ഒരു ഇതുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ബോട്ടോക്സ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇട്ടപ്പോഴത്തേക്കാണ് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് അടിച്ചു. കാരണം എൻ്റെ മുടിയിൽ നിന്ന് നല്ല സ്ട്രെയിറ്റ് ആയി കിടക്കാൻ തുടങ്ങി. എനിക്കത് കാണുമ്പോൾ വിഷമം. ഇത് ഇവിടെ നിന്നൊക്കെ കേളി ഹെയർ വരുമ്പം എനിക്കൊരു, നമ്മുടെ മുടി ആക്ച്വലി കേളി ഹെയർ ആയിരുന്നല്ലോ, അപ്പം അത് മൊത്തത്തിൽ മാറിപ്പോൾ എനിക്കൊരു വിഷമം, ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ച് ഇനി എന്ത് ചെയ്യാം, കേളി ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് CGM ചെയ്ത് നമ്മുടെ മുടീനെ മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെപ്പോലെ ബോട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമാണ്. ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഞാൻ അപ്ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പം ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും. ആക്ച്വലി ബോട്ടോക്സും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെത്തേഡ് നമ്മൾ നല്ല ചുരുണ്ട മുടിയുള്ള ആൾക്കാർ ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടീൻ്റെ ആ ഒരു സ്ട്രക്ചർ മൊത്തത്തിൽ മാറ്റാൻ പോവുകയാണ്. നമുക്ക് നമ്മുടെ പഴയ മുടിയിലോട്ട് തിരിച്ചു വരാൻ പിന്നെ കുറച്ച് പാടായിരിക്കും. അപ്പം അതെല്ലാവരും മൈൻഡിൽ വെച്ചിട്ട് വേണം ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ. നമ്മുടെ ഒരു ഏജൊക്കെ ആകുമ്പോൾ നമുക്ക് തോന്നത്തില്ലേ നമ്മുടെ മുടിയിലൊരു മാറ്റമൊക്കെ വേണമെന്ന്. അങ്ങനെയാണ് ഞാൻ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ആക്ച്വലി ചെയ്യുന്നത്. ബോട്ടോക്സ് കമ്പാരിറ്റീവ്ലി ബോട്ടോക്സിന് ആ യൂസ് ചെയ്യുന്ന കെമിക്കൽസിൻ്റെ അളവ് കുറവാണ്. ബോട്ടോക്സ് ചെയ്തപ്പോൾ എനിക്ക് വന്ന മാറ്റം, മുടി നല്ല ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല എളുപ്പമായി, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്കിപ്പം വീണ്ടും ചെയ്യാൻ ആഗ്രഹമില്ല. ചെയ്ത ആ ഒരു ഇതങ്ങ് മാറി കിട്ടിയപ്പോൾ ഞാൻ വീണ്ടും കേളി ഹെയറിലോട്ട് വരാൻ തീരുമാനിച്ചു. പിന്നെ ഇനി പറയാനുള്ള കാര്യം, ഇനിയിപ്പം ഞാൻ എൻ്റെ ഹെയറിൽ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നില്ല, കളർ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. കാരണം ചെയ്തിടത്തോളം എനിക്ക് മതിയായി. ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു. എങ്ങനെ ആ മുടി തിരിച്ചു കൊണ്ടുവരും എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് നല്ല കരടി മുടി വരുന്ന സമയത്ത് എനിക്ക് ഉറക്കമൊന്നും ഇല്ലായിരുന്നു ഗൈസ്. ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുക, ഈ മുടി ഇനി എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ. എൻ്റെ പഴയ മുടി കണ്ടിട്ടില്ലാത്തവർക്കുമായിട്ട് ഞാൻ വേണമെങ്കിൽ മറ്റേ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഞാൻ ഇതിൽ തന്നെ എൻ്റെ പഴയ ഫോട്ടോസ് ആഡ് ചെയ്തേക്കാം, പഴയ ഹെയറിൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്തേക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എൻ്റെ മുടി ഇരുന്നത്, എങ്ങനെയാണ് സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ മുടി ഇരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും ഏകദേശം ഞാൻ വെട്ടി, പിന്നെ ഓയിലും ചെയ്യുന്നുണ്ട് ഹെയറിൽ നല്ലപോലെ. താഴോട്ടുള്ള മുടി മൊത്തം എനിക്ക് കേളിയാക്കാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ. നമുക്ക് കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇതിൽ കാണാം. കെമിക്കൽ ട്രീറ്റ് ചെയ്ത മുടി എങ്ങനെ പഴയ മുടി ആക്കാം എന്ന് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോ. കാരണം നമ്മൾ ഇനി തൊട്ട് അങ്ങനത്തെ സീരീസ് ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ ഷോർട്സിൽ ഞാൻ കുറേ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ പഴയ പോലെ പുതിയ മാറ്റങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ നോർമലി അതൊക്കെ മാറ്റി നോക്കണമല്ലോ. അപ്പം ഈ ഒരു കഴിഞ്ഞ 2-3 മാസം എൻ്റെ ലൈഫിൽ ഒരു അപ്ഡേറ്റ് നടന്ന സമയമാണ്. അപ്പം അതിൻ്റെതായ കുറേ മാറ്റങ്ങൾ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇപ്പം തടി കൂടിയെന്നും പറഞ്ഞ് ഒരുപാട് ബോഡി ഷേമിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കേൾക്കുന്നുണ്ട്. കുറേ കമൻസ് വേണമെങ്കിൽ ഞാൻ ഇവിടേക്ക് ഇങ്ങനെ ഇട്ട് കാണിക്കാം. ആക്ച്വലി എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം, എനിക്ക് തടി കൂടിയെന്ന കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. ആക്ച്വലി ഒരു 3-4 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എലുമ്പായിരുന്നതിന് ബോഡി ഷേമിങ് കേട്ട ഒരാളാണ്. ഈ കൊച്ചെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഈ കൊച്ചെന്താ അസ്ഥികൂടാണ്, വീട്ടിൽ ഒന്നും തിന്നാൻ കൊടുക്കത്തില്ല, ഇങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടത്. പക്ഷെ ഇപ്പം
ഞാൻ കേൾക്കുന്നതെന്ന് വെച്ചാൽ ഈ കൊച്ചെന്തോ തടിച്ചു പിരിവിരിക്കുന്നത്, മറ്റേ ജാക്കി ചാനിലെ ഭീമയെ പോലെ ആയാലും അങ്ങനത്തെ ഡയലോഗൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. എൻ്റെ പാർട്ട്ണറും ഞാനും ഇപ്പം രണ്ടുപേരും വെയിറ്റ് ലോസിലാണ്. വെയിറ്റ് ലോസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ തരാം. പിന്നെ ഫുഡ് ഏതൊക്കെ ഫുഡ് കഴിച്ചാൽ ഡയറ്റ് നമുക്ക് തടി കൂടാം, ഏതൊക്കെ ഫുഡ് കഴിച്ചാൽ നമുക്ക് തടി കൺട്രോൾ ചെയ്യാൻ, തടി കുറയ്ക്കാനൊക്കെ വീഡിയോസ് ഞാൻ ഇടുന്നു. കാരണം ഞാൻ 2 ഫേസിലും കൂടെ പോയിട്ടുള്ള ഒരാളാണ്. ഇപ്പം ഞാൻ വെയിറ്റ് ലോസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ്, ഇനി വരുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഹെയർ കട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ഇടുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ സ്വീകരിക്കുന്നതാണ്. ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ, എനിക്ക് പീരീഡ്സും കറക്റ്റ് ഡേറ്റ് ആവാറില്ല. പീരീഡ്സ് നല്ല രീതിക്ക് എനിക്ക് ഡിലേ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആക്ച്വലി പിന്നെ ഞാൻ ഹാപ്പിയാണ്. ഫുൾ ടൈം ഇങ്ങനെ ഹാപ്പിയായി ചിരിച്ചും കളിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബോഡിയും അതനുസരിച്ച് വലുതായിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. പിന്നെ തടി കൂടിയവരടുത്തായാലും മെലിഞ്ഞിരിക്കുന്നവരടുത്തായാലും നമ്മൾ പെട്ടെന്ന് പോയിട്ട് അയ്യോ തടിച്ചല്ലോ, അയ്യോ മെലിഞ്ഞല്ലോ അങ്ങനെ പറയുമ്പോൾ അവർക്കതൊരു ഡിസ്കംഫർട്ട് ആയിരിക്കും. ആക്ച്വലി നമുക്കറിയാമല്ലോ നമുക്ക് തടി കൂടി. നമ്മളെ ബോഡി കാണുന്ന കണ്ണാടി നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ നമുക്ക് തടി കൂടി തടി കുറഞ്ഞെന്നൊക്കെ. അപ്പം രണ്ടാമതൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അത് ഡിസ്കംഫർട്ട് ആവും. ആൾക്കാർ ഇപ്പോഴും ചിന്തിക്കാത്ത കാര്യമാണ് ബോഡി ഷെയ്മിങ്. ബോഡി ഷെയ്മിങ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ചേച്ചി തടി കൂടിയെന്ന് കമൻറ്റ് ഇടുന്നവർ വരെ ഒരു പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷത്തിൽ നമ്മുടെ ബോഡി ഷെയ്മിങ് ചെയ്യുവാണ്. അവർ പറയുന്ന ടോൺ അല്ലെങ്കിൽ അവർ ആ ഇടുന്ന കമൻറ്റിനൊരു മാന്യതയുണ്ട്. അപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഇന്നും കൂടെ എനിക്കൊരു കമൻറ്റ് വന്നു, ചേച്ചി കിളവിയായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞു. പ്രായം കൂടുമ്പോഴത്തേക്ക് ആൾക്കാർ വയസ്സാവത്തില്ലേ? 24 വയസ്സാവാറായി. അപ്പം നല്ല പ്രായമുണ്ട് എനിക്ക് ആക്ച്വലി. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കമൻസൊക്കെ വായിക്കാൻ നല്ല കോമഡിയാണ്. കാരണം കുറേ നാൾ ഞാൻ വീഡിയോസ് ഇടാതെ ഈ തടി കൂടിയതിന് ശേഷം വീഡിയോസ് ഇട്ടപ്പോൾ ആൾക്കാർക്ക് എന്നെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇതാരുടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുറേ പേര് വന്ന് അതിൻ്റെ ഇടയിൽ ഓപ്പോസ് ചെയ്ത് കമൻറ്റ് ഇടുന്നുണ്ട്, ചേച്ചി ഹാപ്പി ഹെൽത്തി റിലേഷൻഷിപ്പിലാണ്. അപ്പം ആക്ച്വലി ഞാനിപ്പോൾ എത്ര വന്ന് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അത് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇവിടെ നിന്ന് കിട്ടിയ വാക്കാണ്. നല്ല രീതിക്ക് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഷൂട്ടിനായാലും വർക്കിനായാലും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴത്തേക്ക് പുറത്തുനിന്നേ കഴിക്കാൻ പറ്റും. ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും നല്ലപോലെ കഴിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെതൊക്കെ ബോഡിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വർക്കൗട്ടും ജിമ്മൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പം ട്രെയിനറൊക്കെ ഉണ്ട്, നല്ല സുഖമാണ്. ബോഡിയിൽ ഇനി വേദന എടുക്കാൻ സ്ഥലമൊന്നുമില്ല. ഞാനൊരു 3-4 വർഷം മുന്നേ വെയിറ്റ് ഗെയിനായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 2 വർഷം വരെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഒറ്റ വർഷം ഒരു 5-6 മാസം കൊണ്ടാണ് എനിക്ക് ഇത്രയും വെയിറ്റ് ഗെയിൻ വന്നത്. ഇത്രയും വെയിറ്റ് ഗെയിൻ എന്ന് പറയാൻ കാരണം ഒരു 40 kg ഒരു 50, 58, 90, 50, 59, 60 kg വരെയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം അത് കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം വെയിറ്റ് ഗെയിൻ എങ്ങനെയാണ്? എനിക്ക് മെയിനായിട്ട് എൻ്റെ ഫേസിൽ ഫാറ്റ് വരാൻ തുടങ്ങി, ചെസ്റ്റ് സൈഡിൽ വയറിലൊക്കെ ഫാറ്റ് ഡിപ്പോസിറ്റ് ആകാൻ തുടങ്ങി. അപ്പോഴാണ് കൂടുതൽ ആൾക്കാർക്ക് ഇത് നോട്ടീസബിൾ ആയത്, ചേച്ചി തടിച്ചു എന്നുള്ളത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. പിന്നെ ഗൈസ്, നമുക്ക് വരാതെ നമ്മൾ ഒരിക്കലും ആ ഒരു സിറ്റുവേഷൻ ഇതുവരെ നമുക്ക് അനുഭവിക്കുന്നവരെ നമ്മളത് എത്ര പെയിൻഫുൾ ആണെന്ന് മനസ്സിലാക്കത്തില്ല. ഇപ്പോൾ ബോഡി ഷേമിങ് ചെയ്യുന്ന ആൾക്കാരായാലും എന്ത് നെഗറ്റീവ് ഇടുന്ന ആൾക്കാരായാലും നമുക്ക് സ്വയം ആ ഒരു കമൻറ്റ് അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായം ഒരാളുടെ നിന്ന് കിട്ടുമ്പോഴേ നമുക്ക് അതിൻ്റെ എത്രത്തോളം അതിന് ഡെപ്ത് ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ തടി കൂടിയതായാലും തടി കുറഞ്ഞതായാലും പിമ്പിൾസ് ഉള്ളതായാലും ആക്നെ ഉള്ളതായാലും എന്തെങ്കിലും ആയിക്കോട്ടെ, എവ്രി വൺ ഈസ് എ ലിവിങ് ബീ. എല്ലാവരും ലോകത്തിൽ നമ്മൾ കുറച്ച് കാലം മാത്രമേ ഉള്ളൂ ജീവനോടെ. അപ്പം ആ ഉള്ള സമയത്ത് എല്ലാവരുടെയും പോസിറ്റീവും എല്ലാമൊക്കെ കണ്ട് ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഹെൽത്തി ആണെങ്കിൽ നമുക്കിപ്പം തടി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. നമ്മുടെ ഹെൽത്ത് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നമുക്ക് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ എന്തെങ്കിലും കൂടുതലുണ്ടോ നമ്മൾ നോക്കുക. അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഓക്കെ ആയിട്ടിരിക്കുക. അല്ലാതെ ഒരാൾ കാണുമ്പോൾ പെട്ടെന്ന് അവരെനിക്ക് തടി കൂടുതലാണെന്ന് പറഞ്ഞ് നമ്മൾ നെഗറ്റീവ് അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ ആദ്യമൊക്കെ നല്ല നെഗറ്റീവ് അടിക്കുന്നത്. പിന്നെയാണ് എൻ്റെ പാർട്ണർ അൺനോൺ വാഴ. പുള്ളിക്കാരന് നല്ല വെയിറ്റ് ഉള്ള ഒരാളാണ്. അപ്പം അവന് ഭയങ്കര പോസിറ്റീവ് മൈൻഡ്. അപ്പം അവന് എന്നെയും കൂടി പോസിറ്റീവ് ആക്കാൻ തുടങ്ങി. എടാ ഇതിലൊന്നും വിഷമിച്ചിട്ട് കാര്യമില്ല. കാരണം സൊസൈറ്റി എപ്പോഴും അങ്ങനെയാണ്. ഇപ്പം നമുക്ക് തടി കുറഞ്ഞാൽ അവർ തടി എന്ത് കുറഞ്ഞെന്ന് ചോദിക്കും. നമ്മൾ തടി കൂട്ടിയാൽ അവർ തടി കൂടിയില്ലോ എന്ന് പറയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അവർ പറയുന്ന പോസിറ്റീവുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കി നെഗറ്റീവ് എല്ലാം കളയുക. അപ്പം എന്നെപ്പോലെ ബോഡി ഷേവിങ് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ കുറച്ചും കൂടെ പ്രചോദനമാവട്ടെ. പിന്നെ ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്ത് എങ്ങനെയാണെന്നുള്ള വീഡിയോയും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആക്ച്വലി ഒരു കമൻറ്റ്, ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കൊച്ചു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് ഞാൻ തപ്പിപ്പിടിച്ചിട്ട് ഇടാം, കാരണം കുറേ നാളായി. ചേച്ചി എനിക്ക് ഭയങ്കര ഇതാണ്, സൂയിസൈഡിൻ്റെ വക്കിൽ നിൽക്കുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നായിരുന്നു.
ഇപ്പം വെച്ചാൽ എന്തോ കൊച്ചിനെ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴാണ് പറഞ്ഞത്, ചേച്ചി ആക്ച്വലി ഞാൻ ഹെയർ ബോട്ടോക്സ് ചെയ്തായിരുന്നു. ബോട്ടോക്സ് ഞാൻ ചെയ്ത് അതുപോലെ ട്രീറ്റ്മെൻറ്റ് ആ കൊച്ചു ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ കൊച്ചിന് ഭയങ്കര റിഗ്രറ്റ് അടിച്ചിട്ട് മുടി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. മുടി വെട്ടണോ, മുടി വെട്ടാനാണെങ്കിൽ പാരൻസ് ഒട്ടും സമ്മതിക്കത്തുമില്ല. മുടി വെട്ടണോ അതെ എന്ത് ചെയ്യണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പം ഞാനും ആ ഒരു സിറ്റുവേഷനിലൂടെ പോവാണ്. എനിക്ക് ഇവിടെ കേളി ഹെയർ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം എനിക്കും അറിയാൻ ദൈവമേ ഞാനും ഈ ഒരു ഇതിലാണല്ലോ. എനിക്ക് സൂയിസൈഡ് തോട്ടൊന്നും വന്നിട്ടില്ല, അതിനോട്ട് വരാനും പോകുന്നില്ല. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ആ കൊച്ചിന് മോട്ടിവേഷൻ കൊടുത്തു. പക്ഷെ ആ കുട്ടി ഇപ്പം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ കൂടെ കൂടിക്കോ, ഞാൻ എന്തായാലും എൻ്റെ മുടി ഞാൻ എന്തായാലും കേളിയാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ നിങ്ങളുടെ ഹെയറും കൂടെ നിങ്ങൾ ചേഞ്ച് ആക്കിക്കോ എന്ന് പറയാം. ഫ്രീ ആയിട്ട് നമ്മൾ പൈസ എടുക്കണത്, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ മതിയല്ലോ. അപ്പം നമുക്കിപ്പോൾ ഒരു എക്സ്പീരിയൻസ് നമ്മളൊരാൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ അറിവ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരെങ്കിലുമൊക്കെ എന്നെപ്പോലെ അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവരൊന്ന് കൂടിക്കോളൂ. പിന്നെ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല ഹാപ്പി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു അപ്ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതിനെപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് റിവീൽ ചെയ്യാനുള്ള സാവകാശം ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം എൻ്റെ ചുറ്റുപാട് തന്നെ അതിന് അനുവദിക്കുന്നില്ല. ഞാൻ ഉടനെ അത് റിവീൽ ചെയ്യുന്നതായിരിക്കും. വളരെ ഹാപ്പി. കുറേ പേര് കമൻറ്റൊക്കെ ഇട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. ആ കമൻറ്റ് ആക്ച്വലി ഞാൻ ലൈക്ക് ചെയ്ത് വിടാറാണ് പതിവ്. ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് റിപ്ലൈ ചെയ്യാനുള്ള കാര്യമല്ലല്ലോ അത്. നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ചുറ്റുപാടൊക്കെ നമ്മൾ നോക്കണം. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ തുറന്ന പുസ്തകമായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ ഓരോ ഫാമിലിയൊക്കെ യൂട്യൂബിൽ കാണുന്നതല്ലേ, ഓരോരുത്തർ ഓരോന്നൊക്കെ വിളിച്ച് എല്ലാം കൂടെ അങ്ങ് പബ്ലിക് ആക്കിയിട്ട് പിന്നെ അവിടെ വന്നിരുന്ന് കുത്തും കരച്ചിൽ നമ്മൾ തന്നെ കേൾക്കണം. ഒരു കരച്ചിൽ ഇപ്പുറത്ത് കേൾക്കണം, ഇപ്പുറത്തെ കാര്യം കുടുംബത്തിൽ വെച്ചിട്ട് അപ്പുറത്ത് കേൾക്കണം. എന്തിനാണ് വെറുതെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കാര്യം നമ്മൾ ബാക്കിയുള്ളവരെ അറിയിക്കുന്നത്? കാണാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കുക, അങ്ങനത്തെ ഒരു ഇതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെ കുറച്ചും കൂടി നമ്മുടെ ഫാമിലി പോലെ സബ്സ്ക്രൈബേഴ്സാണ്. കാരണം കുറച്ചും കൂടെ പോസിറ്റിവിറ്റി ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിനേക്കാളും. ഇൻസ്റ്റഗ്രാമിൽ മറ്റേ ജെൻസി, സിഗ്മ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്യൂബിലെല്ലാവരും അമ്മമാരും അച്ഛന്മാരും എല്ലാവരും കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അപ്പോൾ യൂട്യൂബിന് അതിൻ്റെതായ സവിശേഷതകളുണ്ട്. എനിക്ക് ആക്ച്വലി യൂട്യൂബിൽ ഇങ്ങനെ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ലൈഫ് അപ്ഡേറ്റ്സ് ഒന്നും കാണിക്കണമെന്ന് അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഒന്നും. എനിക്കിപ്പോൾ എൻ്റെ കുക്കിങ്, ഫേസിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സ്കിൻ കെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാൻ ആഗ്രഹമുണ്ട്, ഹെയർ കെയറൊക്കെ. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കി കാണുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തൊക്കെ, എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.